വെൽക്കം ടു മൈ ചാനൽ ന്യൂസിലാൻഡ് മലയാളി. ഇന്നത്തെ വീഡിയോ ഒരു ബേക്കിംഗ് വീഡിയോ തന്നെയാണ്. ഞങ്ങൾക്കിവിടെ ഫാമിലിയിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള വൈഫ് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. മൊറോക്കൻ ഓറഞ്ച് കേക്ക് എന്നാണ് അതിൻ്റെ പേര്. മെയിനായിട്ട് ഈ സമയത്ത് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ സമയത്താണ് ഓറഞ്ചും ലെമൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയം ഇവിടെ ന്യൂസിലാൻഡിൽ. അപ്പോൾ ബാക്കിൽ ഞങ്ങൾക്കൊരു ഓറഞ്ചിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ അത് കുഞ്ഞൊരു ചെടിയാണ്, ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടത്. അതിൽ പക്ഷേ കുറേ ഓറഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള ഓറഞ്ച് കൊണ്ടാണ് ഈ മൊറോക്കൻ ഓറഞ്ച് കേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഓറഞ്ച് കേക്കുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര വീക്ക്നെസ് ഉള്ള സംഭവം. കേക്ക് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് മധുരം. ഓറഞ്ച് കേക്ക് ലെമൺ കേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും പിള്ളേരൊക്കെ ആയിട്ട് അടിയായിരിക്കും ഇവിടെ തിന്നാൻ. ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസത്തേക്കൊന്നും സാധനം ഉണ്ടാവില്ല, അന്ന് തന്നെ സാധനം മുഴുവൻ തീരും. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വിളിക്കും ഫുള്ള് തീരും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു നോക്ക്. താങ്ക് യു. ആ ഓറഞ്ച് തൊലിയോട് കൂടി നമ്മൾ ഇതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തില്ലേ, അത് ഇട്ടു. ഇത്ര മതി കേട്ടോ. ഇതിലേക്ക് ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടാം. അത് കഴിഞ്ഞ് ബട്ടർ, മുട്ട ഇല്ല, കാരണം അത് ആദ്യം എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഒന്ന് കരിയാൻ വേണ്ടിയിട്ടാണ്. ഒരു മുട്ട ഇട്ട് രണ്ടാമത്തെ മുട്ടയും ഇട്ടാൽ ഇത്രയ്ക്ക് ആയിട്ടപ്പോൾ ബദാം പൊടിച്ചതും റവയും റവയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നന്നായി ആ കൂട്ടിലേക്ക് ഇടുന്നതിന് മുന്നേ നന്നായി മിക്സ് ചെയ്യണം. മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് ഇല്ലേ, അതിൻ്റെ ബാക്കിയുള്ളത് ജ്യൂസ് പിഴിഞ്ഞെടുത്താണ്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയത് ഈ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിക്കുക. ഇത് ഞങ്ങളിപ്പോൾ ഒരു നാരങ്ങ എടുത്ത്, വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയും ചെറിയ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങയുടെ ജ്യൂസും വേണം.
ഇപ്പോൾ രണ്ട് നാരങ്ങ നേരത്തെ കാണിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗ്ലേസിങ് ഉണ്ടാക്കണം. എന്നിട്ടത് വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവയും അത് മിക്സ് ചെയ്തിട്ടില്ലേ, അത് ഇതിലേക്ക് ഓരോരോ സ്പൂണായിട്ട് തിരിച്ചിട്ട് യോജിപ്പിക്കും. എല്ലാം കൂടി ഒരുമിച്ചിടരുത്, തിരിച്ചിട്ട് ആ മിക്സിൽ ശരിക്കും യോജിക്കണം. ഉണ്ടാക്കുന്ന പാത്രത്തിലുണ്ടല്ലോ ഫുള്ളായിട്ട് ബട്ടർ നന്നായി തേച്ച് കൊടുക്കണം, സൈഡിലും അടിയിലും എല്ലാവിടെയും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ, ബേക്കിംഗ് പേപ്പർ അടിയിൽ മാത്രം ബേക്കിംഗ് പേപ്പർ വയ്ക്കുക. എന്ന് വെച്ചാൽ അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് പൊളിഞ്ഞു വരാണ്ട് എടുക്കാൻ കിട്ടാനാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓക്കെ. അപ്പോൾ ആദ്യത്തെ എല്ലാം നമ്മളിതിലിട്ട് ഒരു പകുതിയേ ഉള്ളൂ കേട്ടോ ഈ കേക്ക്. ചെറിയ കേക്ക് ഉണ്ടാക്കണം എന്തായാലും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തൊന്നുമില്ല എന്നാണ്. ഇത് മൊറോക്കൻ ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത്ര നേരം കേക്കിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ. അത് അധികം പൊന്തൊന്നുമില്ല, പക്ഷേ റവ ഇട്ടുള്ള കാരണം ഒന്നിത്തിരി എക്സ്പാൻഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ കേക്കിൻ്റെ മിക്സ് ഇതിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി എന്ന് വിളിച്ചറിയിക്കുന്നുണ്ട് അവൻ. കേക്ക് സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. നല്ല മണം, ഇടുമണം കേട്ടോ, അടിപൊളി മണം. ആ കേക്കിലേക്ക് ഉണ്ടല്ലോ, കേക്കിലേക്ക് ഗ്ലേസിങ് ഉണ്ടാക്കണം. ഗ്ലേസിങ് നമ്മളൊരു ലിക്വിഡ് ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, ഈ പഞ്ചസാര, അതുപോലെ കേക്ക് മറ്റേ ഓറഞ്ചിൻ്റെ തൊലി ഒന്നും കൂടി പീൽ ചെയ്തിട്ടിടുക. പിന്നെ ഈ ഏലക്ക പൊടിച്ചത് കുറച്ച് ഒരു സ്പൂൺ ഇടുക. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒരു 2-3 ഓറഞ്ച്, നല്ല ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, ജ്യൂസ് നല്ലതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം തൊലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ശരിക്കും അങ്ങോട്ട് കുറുക്കിയെടുത്തിട്ട് ഇതാ കേക്കിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല കേക്ക് ഇപ്പോഴും, അതിലേക്കാണ് ഒഴിക്കണം. ചൂടിൽ വേണം തിളപ്പിച്ചെടുക്കാനേ, ഭയങ്കരമായിട്ടാക്കി അത് കരിഞ്ഞ ഇത് വരരുത് അതിൽ. ഇത് വേണ്ട, അതങ്ങനെ ഓട്ടയാക്കി ഇടാം. എന്നിട്ട് നമ്മൾ ഓറഞ്ച് ലൈനിങ് ഉണ്ടാക്കില്ലേ, അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സൂപ്പറാ. അത് ഞാനൊക്കെ ഉണ്ടല്ലോ ഈ മൊത്തം കേൾക്കുന്നതിന് മൊത്തം തിന്നും, അത്ര ടേസ്റ്റാണ്. അത് ഈ ഓറഞ്ചിൻ്റെ ഇതിലിങ്ങനെ ഇറങ്ങിയിട്ട് എന്താ അതങ്ങനെ കുടിച്ചു എടുക്കണേണ്ടത്, കുടിഞ്ഞല്ലോ എന്താ പറയുക, കുടിക്കണേണ്ട ഉള്ളിലേക്ക്. ഇതൊന്നും പറയാനില്ല കേട്ടോ, അത് ടേസ്റ്റ് നോക്കാണ്ട് ഞാൻ പറയും സൂപ്പറാണെന്ന്. കാരണം ഞാനിവിടെ ഇടയ്ക്കുള്ള ഉണ്ടാക്കാറുണ്ട്, ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അങ്ങനെ ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക, എന്തായാലും ഒന്ന് നോക്കാം. ആ റവയൊക്കെ ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് വീർത്തിട്ടുണ്ട്. നല്ല മധുരം കൂടുതലില്ല, എനിക്ക് ഇതിന് കുറച്ചും കൂടി കൂടുതൽ വേണം മധുരം. പക്ഷേ മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. ഈ ഓറഞ്ച് കേക്ക് ശരിക്കും മെൽറ്റായിട്ട് അതിൽ സോക്കാവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ മധുരമാണ്. ഒരു മധുരം നല്ലതല്ല, ഇത് മതി. എനിക്കിഷ്ടപ്പെട്ടത്, എൻ്റെ ഫേവറേറ്റാണ്. എന്തായാലും ഇത് എൻ്റെ ഫേവറേറ്റാണ്. ഇവിടെ ഓറഞ്ച് കേക്ക് ലെമൺ കേക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പടപടാൻ തീരും.
നല്ല ടേസ്റ്റാണ്. ഇത് ഓവനിൽ മാത്രമൊന്നുമല്ല, ആവിയിൽ കുക്കറിലൊക്കെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം അത്. കാരണം റവയും മറ്റേ ആൽമണ്ട് പൗഡറൊക്കെ അല്ല, നല്ല ടേസ്റ്റാണ്. ആൽമണ്ട് പൗഡറിൻ്റെയൊക്കെ നല്ല റിച്ച് ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഫ്ലേവറാണ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. താങ്ക് യു.